കർത്താവിനു മനസാ പശിയുണ്ടായപ്പോളാഹാരത്താലാദത്തെ എന്നോണം തോൽപ്പിച്ചിടാനായി ദുഷ്ടൻ വന്നേത്തി. ദൈവത്തോടുള്ള കൃതജ്ഞതയും നന്ദിയും നിറഞ്ഞ ഒരു സുപ്രഭാതം ഏവർക്കും ആശംസിക്കുന്നു. ആ ഈ വൈബൊക്കെ ട്രെൻഡിങ് ആയ ഈ കാലത്ത് വളരെ പണ്ട് മുതൽക്കേ ട്രെൻഡിങ് ആയ ഒരു ബ്രോ വൈബിനെ പറ്റിയാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഒരല്പം കൂടുതൽ പണം, പ്രശസ്തി, പദവി, സന്തോഷം എന്നിവയുണ്ടാകുമ്പോൾ സ്വയമേ ഞാൻ ഒരു സംഭവമാണെന്ന് മാസ് അടിക്കുമ്പോൾ അതൊക്കെ മേലെ ഒരാളുണ്ടെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും നിന്റെ പൂർണ്ണ ആത്മാവോടും നിന്റെ പൂർണ്ണ മനസ്സോടും നിന്റെ പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നും സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, വിനയം, സഹനം അഥവാ ഇന്ദ്രിയജയം എന്നീ മൈൻഡ്ഫുൾ ലിവിംഗ് ടെക്നിക്സ് കൊണ്ട് ലൈഫ് അങ്ങ് സെറ്റാക്കി കളറാക്കാനായി നിന്നെ എന്ന പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നീ രണ്ട് തഗ്ഗടിച്ച ഈ ബ്രോ വൈബ് തന്നെയല്ലേ സത്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടത്. സത്യത്തിൽ ഇതല്ലേ സുവിശേഷം? അപ്പോ ഗൈസ്, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ ഒട്ടും മടിക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ബ്രോ വൈബ്. ഇടയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലുകൾക്കായി ബെൽ ബട്ടൺ അമർത്താനും ഒപ്പം ഈ വൈബ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങളെ പറ്റി ചുവടെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. കർത്താവിനു മനസാ പശിയുണ്ടായപ്പോളാഹാരത്താലാദത്തെ എന്നോണം തോൽപ്പിച്ചിടാനായി ദുഷ്ടൻ വന്നേത്തി. ഹാലേലൂയ.